ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും നിർണായക അറസ്റ്റ്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും SIT അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനാണെന്നാണ് വിവരം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെയും SIT അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തത വരിക? രോഹിണി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു നിർണായക അറസ്റ്റ് കൂടിയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ബെല്ലാരി ഗോവർദ്ധനും ആണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമായ അറസ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ഒന്ന് സ്വർണ്ണ വ്യാപാരിയാണ് ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം വാങ്ങിയത് ഈ ഗോവർദ്ധനാണ്, ബെല്ലാരി ഗോവർദ്ധനാണ്. അങ്ങനെ രണ്ടുപേർക്കെതിരെയുമാണ് ഇപ്പോൾ രണ്ടുപേരെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മുരാരി ബാബു സ്വർണം വിറ്റത് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സിഒയ്ക്കാണ്. ആദ്യമേ നേരത്തെ തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യുമ്പോഴൊന്നും കൃത്യമായ ഉത്തരം നൽകിയില്ല. മാത്രമല്ല ഇത് ചെമ്പുപാളികളാണ് എന്നടക്കമുള്ള ഒരു മറുപടിയാണ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായും കൂടുതൽ പേരുടെ അറസ്റ്റുകളടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത്. നിലവിൽ രണ്ടുപേരെയാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്മാർട്ട് ക്രിയേഷൻ്റെ CEO ആണ്, CEO പങ്കജ് ഭണ്ഡാരി. മറ്റൊന്ന് സ്വർണ്ണ വ്യാപാരിയാണ് ബെല്ലാരി ഗോവർദ്ധൻ. ഇങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അറസ്റ്റാണ് ഈ രണ്ടുപേരുടെയും അറസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നടന്നിരിക്കുന്നത്. നിലവിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അടക്കം എൻ വാസുവിൻ്റെ അടക്കം അറസ്റ്റുകൾ നടന്നിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്ന കേസിൽ വലിയ നിർണായക വഴിത്തിരിവായി മാറാവുന്ന ഒരു അറസ്റ്റ് നടപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാനായി പങ്കജ് ഭണ്ഡാരിയെ വിളിച്ചു വരുത്തിയിരുന്നു. പങ്കജ് ഭണ്ഡാരിയെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. മകളുടെ കല്യാണത്തിന് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങ് വിട്ടയക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രണ്ടുപേർ ഏറെ നിർണായകമായ അറസ്റ്റ് തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയുമാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.